ഭൂട്ടാൻ്റെ പ്രൗഢിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ബുദ്ധ പോയിൻ്റ് അഥവാ ബുദ്ധ ഡോർ ഡെൻമ എന്ന അത്ഭുത ലോകത്തേക്കാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഭൂട്ടാൻ്റെ തലസ്ഥാനമായ തിംഫുവിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരു സഞ്ചാരിയുടെയും കണ്ണുകൾ ആദ്യം ഉടക്കുന്നത് കുന്നിൻ മുകളിൽ തിംഫു നഗരത്തെ മുഴുവൻ ആശീർവദിച്ചുകൊണ്ട് ധ്യാനനിരതനായിരിക്കുന്ന ഈ കൂറ്റൻ ബുദ്ധ പ്രതിമയിൽ തന്നെയായിരിക്കും. ഭൂട്ടാൻ്റെ പ്രൗഢിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമായ ബുദ്ധ പോയിൻ്റ് അഥവാ ബുദ്ധ ഡോർ ഡെൻമ എന്ന അത്ഭുത ലോകത്തിലാണ് നമ്മളിപ്പോൾ. ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. So the name of the Buddha is called Buddha Dodema. Okay, Buddha Dodema. Meaning it is the time when Buddha got enlightenment. Okay. 78 about Tiku Jimmy Cheda, and with the help of government of Bhutan. Okay, this project was started initially in 2005. Okay, so and it was open to the public on September 25, 2015. Where at that time 2015 was a very auspicious year, I should say, okay, because we have celebrated the 60th birth anniversary of 14th degree Singe Wangchuk. Okay, so inside this particular like a big stupa, we have got 1,25,000 small stupa, basically of two sizes, okay, 8 inch and 12 inch. When you go to the second temple, you will get to see this, okay. So the total budget of this project is 250 million USD, okay. So with the help of like Philippines government, okay, they have like given the major donation to us, okay. So this particular place is popularly known as Buddha Point, but actually this name is called Kunsel Phodang, okay. So for the tourists, we have two temples to be visited, okay. The ground floor temple and the upper floor temple. The ground floor temple, we have got 16 Arhats temple, okay. It's the 16th disciple of the Buddha, and you will see the present Buddha Shakyamuni inside, okay. So that's all about the description. So when we move inside the temple, like I will explain about the iconography, okay. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 8,000 അടിയോളം ഉയരത്തിൽ കുവൻസൽ ഫോഡ്രാങ് നാഷണൽ പാർക്കിന് മുകളിലാണ് ഈ കൂറ്റൻ വെങ്കല പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. 169 അടി അഥവാ 51.5 മീറ്റർ ഉയരമുള്ള ഈ ബുദ്ധപ്രതിമ ഇരിക്കുന്ന രൂപത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമകളിൽ ഒന്നാണ്. പൂർണ്ണമായും വെങ്കലത്തിൽ നിർമ്മിച്ച് സ്വർണം പൂശിയ ഈ പ്രതിമയിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ഉയർന്നു വരുന്ന ആ മനോഹരമായ തിളക്കം വാക്കുകൾക്കും അപ്പുറത്താണ്. 2006 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ചൈനയിൽ നിർമ്മിച്ച ഇതിൻ്റെ ഭാഗങ്ങൾ കഷണങ്ങളായി ഭൂട്ടാനിൽ എത്തിച്ചാണ് കൂട്ടിയിണക്കിയത്. 2015 ഭൂട്ടാൻ്റെ 4ാമത്തെ രാജാവായ ജിഗ്മെ സിംഗ്യ വാങ്ചുക്കിൻ്റെ 60ാം ജന്മവാർഷിക വേളയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. പടികൾ കയറി മുകളിലോട്ട് പോയാൽ വിവിധ ഫ്ലോറുകളിലായി പ്രതിമയ്ക്കുള്ളിൽ ക്ഷേത്രങ്ങൾ കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരു ഒറ്റ പ്രതിമയാണെങ്കിലും ഈ വലിയ ബുദ്ധപ്രതിമയുടെ അടിത്തറയിലുള്ള വിശാലമായ ക്ഷേത്രത്തിനുള്ളിൽ 1,25,000-ഓളം ചെറിയ ബുദ്ധപ്രതിമകൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതെ, 8 ഇഞ്ചും 12 ഇഞ്ചും ഉയരമുള്ള വെങ്കലത്തിൽ തീർത്ത് സ്വർണം പൂശിയ 1,00,000-ലധികം ബുദ്ധപ്രതിമകളാണ് ഇതിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും ക്യാമറയിൽ പകർത്താൻ നമുക്ക്
അനുമതിയില്ല. എന്നാൽ ഇതേ ഫ്ലോറിൽ പ്രതിമയ്ക്ക് ചുറ്റുമുള്ള വിശാലമായ പ്രദേശങ്ങൾ ചുറ്റി നടന്ന് കാണാനും ഫോട്ടോ എടുക്കാനും നമുക്ക് കഴിയും. ഇവിടെ വലിയ ബുദ്ധപ്രതിമയ്ക്ക് ചുറ്റുമായി ശാന്തസുന്ദരമായ ഭാവത്തിൽ നിൽക്കുന്ന ഒട്ടനവധി മറ്റ് പ്രതിമകൾ കാണാം. ബുദ്ധമത വിശ്വാസപ്രകാരം അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഡാകിനി ദേവതകളുടെയും സുരക്ഷിതത്വം നൽകുന്ന കാവൽ മാലാഖമാരുടെയും സ്വർണം പൂശിയ മനോഹരമായ പ്രതിമകളാണ് ചുറ്റും സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ഭൂട്ടാൻ്റെ ഏറ്റവും മനോഹരമായ പനോരമിക് ദൃശ്യം നമുക്ക് ആസ്വദിക്കാം. താഴെ ചിതറിക്കിടക്കുന്ന തിംഫു നഗരം, ഇടയിലൂടെ ഒഴുകുന്ന വാങ്ചു നദി, ചുറ്റും ആകാശത്തോട് മുട്ടി നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഹിമാലയൻ കുന്നുകൾ. ഇവിടെയുള്ള ക്ഷേത്രത്തിനകത്തെ പ്രധാന ആകർഷണം ഇതിൻ്റെ മധ്യത്തിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന 8 മെഡിസിൻ ബുദ്ധന്മാരാണ്. ഹാളിൻ്റെ വശങ്ങളിലേക്ക് നോക്കിയാൽ ഹിമാലയൻ സംസ്കാരത്തിൻ്റെ പ്രതീകമായ സ്വർണ്ണ ഡ്രാഗണുകൾ കൊത്തിവെച്ച 22 കൂറ്റൻ തൂണുകൾ ഈ നിലയെ താങ്ങി നിർത്തുന്നത് കാണാം. കൂടാതെ ഭിത്തിയിലുടനീളം 12 ഇഞ്ച് ഉയരമുള്ള 100 കണക്കിന് ചെറിയ സ്വർണ്ണ ബുദ്ധ പ്രതിമകൾ കൃത്യമായ ക്രമത്തിൽ അടുക്കി വച്ചിട്ടുമുണ്ട്. ചുവരുകളിലെ തിബത്തൻ ബുദ്ധമത ചുവർച്ചിത്രങ്ങളും മനോഹരമായ മണ്ഡല രൂപങ്ങളും ഈ ഹാളിന് ഒരു പ്രത്യേക ആത്മീയ ശോഭ നൽകുന്നു. 2 ക്ഷേത്രങ്ങളിലെയും കാഴ്ചകൾക്ക് ശേഷം നമ്മളിപ്പോൾ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാവരും എത്തിയിരിക്കുന്നു. ബുദ്ധനോട് വിട പറഞ്ഞ് ഇനി അടുത്ത കേന്ദ്രത്തിലേക്ക്. ഈ മഹാപ്രതിമയുടെ മഹത്വം അതിൻ്റെ ഉയരത്തിൽ മാത്രമല്ല, ലോകസമാധാനത്തിൻ്റെയും കരുണയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് ഇത് ഓരോ സന്ദർശകനും പകർന്നു നൽകുന്നത്. ഭൂട്ടാനിലെത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ മായാത്ത അനുഭവമായി ബുദ്ധ പോയിൻ്റ് എന്നും നിലനിൽക്കും.